ഓം കർമ്മണ്യദോഷോപഗതസ്വഭാവകൃച്ഛാമത്താം ധർമ്മസുമൂഢദേദഘ യസ്യാനിശ്ചിതം രോഹിതന്മേ ശിഷ്യസ്തേഹം ശാജിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ഉത്തരഗീതയിലെ 2-ാം അധ്യായം ഗീതയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് യോഗസിദ്ധിയിലേക്ക് എത്തുന്ന കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗീതയിൽ തന്നെ 6-ാം അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകത്തിൽ യുക്താഹാര വിഹാരസ്യ യുക്ത തേജസ് കർമ്മസ്യ യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ. നമ്മുടെ കർമ്മബന്ധനത്തിൽ നമുക്ക് ഏറ്റവും അരിഷ്ടത അല്ലെങ്കിൽ സുഖം കർമ്മബന്ധനത്തിൽ നിന്നും ഉണ്ടാകും. പുണ്യകർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുമ്പം നമുക്ക് അത് സുഖമായിട്ട് തോന്നും. പക്ഷേ നമ്മളെ എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്ത് പാപം ചെയ്തിട്ടാ എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ പൂർവജന്മ കർമ്മബന്ധനങ്ങളെ കൊണ്ടാണ് ഈ ജന്മത്തിൽ നമുക്ക് ദുഃഖങ്ങൾ അനുഭവങ്ങളായിട്ട് വരുന്നെങ്കിൽ അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഈ യോഗ പരിശീലനം നമുക്ക് ഫലസിദ്ധി തരുന്ന പറഞ്ഞത്. അതിന് യുക്തിസഹജമായിട്ട് നമ്മുടെ സ്വഭാവം അനുസരിച്ച് പ്രകൃതിക്ക് അനുകൂലമായിക്കൊണ്ട് ഒന്നും അമിതമാക്കാതെ സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്ചതേ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ആ സമാവസ്ഥയിൽ ബാലൻസ് ചെയ്താണ് നമുക്ക് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. ആ സമാവസ്ഥയിൽ ബാലൻസ് ചെയ്താൽ മതി, ദുഃഖങ്ങളൊക്കെ ഇല്ലാതെ വരും. സുഖവും ദുഃഖം ബാലൻസ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് അത് ചെയ്യാനാണ് അങ്ങനെ ഒരു യോഗസിദ്ധിയിലേക്ക് ഈ ഒരു അവസ്ഥ, ദുഃഖരഹിതമായ അവസ്ഥ ആർക്ക് കൈവരുന്നോ അപ്പോൾ മാത്രമേ നമുക്ക് ജീവൻ മുക്തഭാവം അനുഭവിച്ച് ഉത്തരഗീതയിലെ ഈ മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മുടെ ശരീരത്തിലുള്ള ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ കൂടി ബാലൻസ് ചെയ്ത് രണ്ട് സൈഡിൽ കൂടെ സഞ്ചരിക്കുന്ന പ്രാണനെ സുഷുമ്നാ നാഡിയിലൂടെ സഞ്ചരിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ ബാലൻസിങ് വരിക. അതാണ് യോഗം. അത് തന്നെ പരിണാമങ്ങൾക്ക് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ, കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ, അഷ്ടാംഗയോഗ അനുസരിക്കലും അതേപോലെ കൃത്യനിഷ്ഠാഭക്തി, വിവേചനശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി എന്ന് പറയുന്ന ഈ പഞ്ചഗുണങ്ങളെ ആർജിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് പ്രവർത്തനം, യുക്താഹാര വിഹാരസ്യ യുക്ത, അതൊക്കെ തന്നെ സംഭവിക്കും. നമുക്ക് യുക്തമായതേ നമ്മൾ സ്വീകരിക്കുള്ളൂ, യുക്തമാകാത്ത ചെയ്യില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ യുക്തിസഹജമായിട്ട് ചിന്തിച്ച് അത് അവബോധത്തിലേക്ക് എത്തും. ഒരു സ്വപ്നം കണ്ടാൽ പോലും അത് അവബോധത്തിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഈ യോഗാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവം ശുദ്ധീകരിക്കപ്പെട്ട് നമ്മുടെ ദുഃഖങ്ങൾക്ക് അറുതി വരുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ സ്ഥിതി? യഥാ വിനയതം ചിത്തം ആത്മന്യേവ വധിഷ്ഠതേ വധിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തഥാ. ഇതിലെ തന്നെ 6-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, യോഗസിദ്ധിയെ പ്രാപിച്ചിട്ടുള്ള ഉപാസകൻ ചിത്തത്തെ സ്വാധീനപ്പെടുത്തി പരമാത്മാവിൽ തന്നെ നിശ്ചലമായിട്ട് നിർത്തുന്നതായിരിക്കും അദ്ദേഹം. അപ്പോൾ സകല കാമ്യ വിഷയങ്ങളിൽ നിന്നും ഇച്ഛയിൽ നിന്നും വിട്ടു നിൽക്കുന്നവനുമായിരിക്കും. പിന്നെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിൽ നിന്നുണ്ട്. പൂർവജന്മ വാസനാ ബലത്താലാണ് നമുക്ക് ഈ ജന്മത്തിൽ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടമാകുന്നതെങ്കിൽ ഈ യോഗസിദ്ധിയെ പ്രാപിച്ചിട്ടുള്ള ഉപാസകന് ചിത്തത്തെ സ്വാധീനപ്പെടുത്തിക്കൊണ്ട് അവന്റെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് അവന് പ്രത്യേകിച്ച് ഒന്നിനോടും ഇഷ്ടമോ ഒന്നിനോടും പ്രത്യേകിച്ച് അനിഷ്ടമോ പ്രകടമാകാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ സകല കാമ്യ വിഷയങ്ങളും നമ്മളെ ആഗ്രഹങ്ങൾക്ക് കണ്ടതിൻ്റെ കേട്ടതിൻ്റെ പിന്നാലെ പോകാനുള്ള പ്രേരണ പോലും നമ്മുടെ പൂർവജന്മ വാസനാബലമാണ്. അതിൽ നിന്നാണ് ഇഷ്ടങ്ങൾ ഉടലെടുക്കുന്നതും ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതും. അതിനെ നമ്മൾ എത്രയൊക്കെ അടങ്ങിയിരുന്നാലും വേണ്ടില്ല, മനസ്സുപോലും അതിലേക്ക് പോകും. ശരീരം കൊണ്ടെങ്ങും പോകാതെ അടക്കിയിരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടായാൽ പോലും നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ധ്യാനിക്കുന്ന അവസ്ഥയിൽ പോലും നമുക്ക് മനസ്സ് ചിലപ്പോൾ ഈ വിഷയങ്ങളിലേക്ക് പോകും. അതിനെ പോലും നിയന്ത്രിക്കണം. അതാണ് യോഗസിദ്ധിയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. അപ്പൊ ചിത്തത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാവിധ ഈ വ്യവഹാരങ്ങളും, അതാണ് ചിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞാൽ. ചിത്തത്തിന്റെ വൃത്തിയാണ് ഇത്തരത്തിൽ ചിന്തിക്കുക, ആഗ്രഹങ്ങൾ ഉണ്ടാകുക, അതിന്റെ പിന്നാലെ പോവുക. പോയില്ലെങ്കിൽ ശരീരം കൊണ്ട് പോയില്ലെങ്കിലും മനസ്സുകൊണ്ട് അതിന്റെ പിന്നാലെ പോവുക.
ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും അത് അടിഞ്ഞ് ഡിപ്രസ്സായിട്ട് പൂർവജന്മാർജിതമായിട്ട് പോലും കിടക്കുന്നതാണ്. നമുക്ക് സ്വപ്നത്തിൽ പോലും അത് കാണുന്നത്, അത് സുഖമായിട്ടും ദുഃഖമായിട്ടും ഒക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും അനുഭവിക്കാനിട വരുന്നു. അപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ ശരീരം കൊണ്ട് അനുഭവിച്ചില്ലെങ്കിലും സ്വപ്നത്തിൽ കണ്ടിട്ട് ദുഃഖമാണെങ്കിൽ ദുഃഖം അനുഭവിക്കും. അതേപോലെ തന്നെ സുഖമാണെങ്കിൽ സുഖം അനുഭവിക്കും. ഇത് സ്വപ്നത്തിലാണെങ്കിൽ പോലും അനുഭവിക്കാൻ ഇടവരുന്നത് പൂർവജന്മ വിഷയവാസനാ ബലത്താലാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ ഗതിവിഗതികൾ കൊണ്ട് ദുഃഖമുണ്ടാകുന്ന അവസ്ഥയും സുഖമുണ്ടാകുന്ന അവസ്ഥയും സ്വപ്നത്തിലൂടെ പോലും കാണാൻ കാരണമുണ്ടെങ്കിൽ നമുക്ക് പൂർവജന്മ വാസനയുണ്ടാകുന്ന. അപ്പോൾ നമുക്ക് ഈ യോഗസിദ്ധി കൈവരുത്താനുള്ള മിതമായ സാധാരണക്കാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നു. അത് യോഗസിദ്ധി കൊണ്ട് ശുദ്ധീകരിച്ചു വന്നാൽ പിന്നെ മനസ്സ് ശുദ്ധമാകും, യോഗസിദ്ധിയെ പ്രാപിക്കും. അങ്ങനെ വന്നാൽ ചിത്തത്തെ സ്വാധീനപ്പെടുത്താൻ സാധിക്കും. പിന്നെ പരമാത്മാവിൽ തന്നെ നിശ്ചലമായിട്ട് നിർത്തുന്ന അവസ്ഥ, ആ ബോധതലത്തിൽ തന്നെ നിൽക്കാനും സാധിക്കും. അപ്പോൾ സകല വിഷയങ്ങളും ആഗ്രഹങ്ങളും ഇച്ഛകളും ഒക്കെ വിഷയങ്ങളിലുള്ള ആ മനസ്സിൻ്റെ വ്യാപനം പോലും അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. യഥാ ദീപോ നിവാസതോ ഗതേ സോമപാസ്മദഃ യോഗിനോ യഥചിത്തസ്യ യുജ്യതോ യോഗമാത്മന. ഇങ്ങനെ പ്രകാരം ആത്മധ്യാനത്തിൽ ലയിച്ചിരിക്കുന്ന യോഗിയുടെ മനസ്സ് കാറ്റില്ലാത്ത സ്ഥലത്ത് കത്തിച്ചു വച്ചിരിക്കുന്ന അചഞ്ചലമായ ദീപം പോലെ ഇരിക്കും. വിളക്കിന്റെ ദീപം പോലെ നിശ്ചലമായിട്ട് പ്രകാശിക്കും. ചിത്തവൃത്തികൾ കാറ്റത്ത് ഇരിക്കുന്ന വിളക്കിന്റെ അവസ്ഥ പോലെ ഉപാസകന്റെ മനസ്സിനെ ഇളക്കുകയും കെടുത്തുകയും ചെയ്യും. മനസ്സിനെ ആത്മാവിൽ തന്നെ ലയിച്ചിരിക്കുന്ന യോഗിയുടെ സമാധാന അവസ്ഥയാണ് ഇവിടെ, സമാവസ്ഥയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒറ്റത്തിരിയുള്ള വിളക്ക് കത്തിച്ചിട്ട് അത് വച്ചാൽ ലേശം എവിടെയെങ്കിലും കാറ്റിൻ്റെ, നമ്മൾ ഒരു കാറ്റൊന്നും കടക്കാത്ത മുറിക്ക് ധ്യാനത്തിലിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വിളക്ക് കത്തിച്ച് വെച്ചു എന്ന് വിചാരിക്കാം. നമ്മുടെ ബാക്കിയൊന്നും പുറത്തുനിന്നൊന്നും ഒരു കാരണവശാലും കാറ്റ് വരില്ല. കാറ്റ് വന്നാൽ ഈ ദീപം ഇങ്ങനെ ഇളകും. ഒന്നും വേണ്ട, നമ്മൾ ശ്വാസപ്രശ്വാസം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷർ ഈ വിളക്കിലേക്ക് ചെന്നാൽ മതി, അതിനെ ഇളക്കത്തട്ടെ. നമ്മൾ വിചാരിക്കുക നമ്മൾ ശ്വാസം വളരെ സാധാരണഗതിയിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും അത് വായുവിന് ചലനം ഉണ്ടാക്കും. വളരെ സ്ലോ ലെവലിലാണെങ്കിലും ഉണ്ടാക്കും. അതുപോലും ഈ വിളക്കിൻ്റെ നാളത്തെ ഇളക്കും. അപ്പൊ നിശ്ചലമായിരിക്കുന്ന ദീപത്തിന്റെ അവസ്ഥയാകണം നമ്മുടെ മനസ്സിന്റെ അവസ്ഥ. മനസ്സാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആത്മധ്യാനത്തിൽ ലയിച്ചിരിക്കുന്ന യോഗിയുടെ മനസ്സ് കാറ്റില്ലാത്ത സ്ഥലത്ത് കത്തിച്ചു വച്ചിരിക്കുന്ന ദീപം പോലെയാണെങ്കിലും നമ്മുടെ ശ്വാസപ്രശ്വാസം പോലും ബാലൻസ് ചെയ്തല്ല നമ്മൾ ശ്വസിക്കുന്നത് എങ്കിൽ അതുപോലും ഈ ദീപത്തെ ബാധിക്കും. അത്രയൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യം സംഭവിക്കും എന്നർത്ഥം. നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പൊ മനസ്സ് അത്ര പോലും ഇളകാതെ ഇരിക്കുന്ന ഒരവസ്ഥ. ഒരു ക്ഷേത്ര ദർശനത്തിന്റെ ലക്ഷ്യം പോലും ഞാൻ പറഞ്ഞു. എപ്രകാരമാണോ അഷ്ടബന്ധമിട്ട് ഉറപ്പിച്ചിരിക്കുന്ന വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്, അതേപോലെ അത് കണ്ടു തൊഴുത് അതേപോലെ ഉറച്ച ഒരു മനസ്സിന് ഉടമയാകണം എന്നതാണ് ശരിക്കും ക്ഷേത്ര ദർശനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം. പക്ഷെ ഇന്നത്തെ സ്ഥിതിയിൽ ആ ഒരു സ്ഥിതിയൊക്കെ മാഞ്ഞുപോയി. എന്താന്ന് തന്നെ അറിയില്ല. എന്താ വ്യക്താപാസന, എന്താ അവ്യക്തോപാസന, എന്താ പ്രേയസ്, എന്താ ശ്രേയസ് എന്നുള്ളതും ഒരു ഭക്തി കൊണ്ട് നടക്കുന്നവർക്കും അറിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അറിയേണ്ടത് അറിയുന്നില്ല എന്നർത്ഥം. എന്നിട്ട് ഇങ്ങനെ ആടി ഒലഞ്ഞ് കാറ്റത്തിളങ്ങുന്ന തോടി പോലെ ഇങ്ങനെ ആടി ഒലഞ്ഞ് സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ജയവും പരാജയവും ഒക്കെ ആയിട്ട് നടക്കുക. അപ്പം നമ്മളെ ഇതൊക്കെ ധ്യാനത്തിലെത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ശ്രേഷ്ഠമായ ഭജനം ഭജിക്കുമ്പോഴും ഈ പ്രകൃതി കൊണ്ട് തന്നെ നമ്മളെ ചഞ്ചലാവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പല പ്രക്രിയകളും ചെയ്തു എന്നിരിക്കും. ഞാനിപ്പം അമ്പലത്തിൽ പോയി വൈകുന്നേരത്തെ ദിവാരാധനയെക്കുറിച്ച് ജപമൊക്കെ കഴിഞ്ഞ് പതുകൊള്ള പ്രദക്ഷിണവും ജപമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോരുന്ന സമയത്ത് അവിടുത്തെ തന്നെ ഒരു ജീവനക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുവേനി ഇവിടെയൊക്കെ പേപ്പറിലൊക്കെ വാർത്ത കാണാനുണ്ട്, ആരോ ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട്,
ഏത് സമയത്താണ് എപ്പോഴാണ് വന്ന് ആക്രമിക്കണേന്ന് പറയാൻ പറ്റില്ല. അവരുടെയൊക്കെ ഉദ്ദേശം കയ്യിലുള്ളതൊക്കെ തട്ടിപ്പറിച്ച് കുറിച്ച് കൊണ്ടുപോകുക എന്നൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ചിലപ്പം ആലപ്പുഴയിലോ പത്തനംതിട്ടയിലോ തെക്കൻ ജില്ലകളിലോ ഒക്കെ അത് വ്യാപനമായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നോ മറ്റാണ് ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവരെ ഒന്നും പേടിയില്ല, എൻ്റെ കയ്യിൽ നിന്നൊന്നും തട്ടിപ്പറിക്കാനൊന്നുമില്ല. പിന്നെ ഒരു യക്ഷിയോ ഭൂതമോ പ്രേതമോ വന്നാൽ പോലും, ഞാനിപ്പോൾ മഠത്തിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പോൾ വിജനമായ പ്രദേശമാണ്. ഇവിടുന്ന് ഇപ്പോൾ 8 മണിക്ക് ശേഷം അമ്പലം അടച്ചു കഴിഞ്ഞാൽ കുറച്ച് സെക്യൂരിറ്റിക്കാരുണ്ടെങ്കിലും അവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കലൊന്നുമില്ല. അവരും കിടന്നുറങ്ങുക തന്നെ. അവരെ അമ്പലമൊക്കെ കാക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചേക്കണമെങ്കിലും അവർ റോന്ത് ചില്ലിട്ടോ ഇങ്ങനെ പെട്രോളിങ്ങോ ഒന്നുമില്ല. അപ്പം ആകെ വിജനമാണ്. അപ്പോൾ പേടിക്കണം എന്നുള്ളവർക്ക് ഇത് പറഞ്ഞാൽ മതി, പിന്നെ രാത്രിയിൽ ഉറക്കം വരില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ നമ്മളെ ചഞ്ചലാവസ്ഥയിൽ എത്തിക്കാൻ പല പ്രകൃതി സംഭവങ്ങളും നടക്കും, പ്രകൃതിയാണ് നടക്കുന്നത്. അപ്പം അതിലൊന്നും നമ്മൾ വ്യതിചലിക്കാതെ ആ ചിത്തത്തിൻ്റെ സ്വാധീനത്തിൽ പ്രവർത്തിക്കണം എന്നർത്ഥം. ചിത്തവൃത്തികൾ കാറ്റത്തിരിക്കുന്ന വിളക്കിൻ്റെ അവസ്ഥ പോലെ ഉപാസകന്റെ മനസ്സിനെ ഇളക്കുകയും കെടുത്തുകയും ചെയ്യും. മനസ്സിനെ ആത്മാവിൽ തന്നെ ലയിപ്പിച്ചിരിക്കുന്ന യോഗിയുടെ സമാധാന അവസ്ഥയെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സമാധാന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം വേണം, സമാധാനം വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കേണ്ട. അതിനു വേണ്ടിയിട്ട് ഈ ഓട്ടോ പാച്ചിലും ഒക്കെ. പക്ഷേ ഇത് പുറത്തു പോയാൽ കിട്ടില്ല. സൂപ്പർ മാർക്കറ്റിൽ എല്ലാം കിട്ടും. സഞ്ചയം കിട്ടു പോയാൽ കുറച്ച് സമാധാനം വേണമെന്ന് പറഞ്ഞാൽ തൂക്കിത്തരുമോ ആരെങ്കിലും? ഒന്നുമില്ല. നമ്മുടെ ഈ ചിത്തവൃത്തികളെ നിരോധിച്ചിട്ട് അവസ്ഥയെ നമ്മൾ ആധാനം ചെയ്യണം. അതാണ് സമാധാനം. അതുണ്ടാക്കാൻ ശ്രമിച്ചാലോ എവിടെ തേടി നടന്നാലും, ഈശ്വരന്റെ അടുത്ത് പോലും തേടി നടന്നാൽ കിട്ടില്ല. നീ അവസ്ഥയെ ഉണ്ടാക്കാനാ ഭഗവാൻ പറഞ്ഞേക്കണേ. അതാണല്ലോ ഇവിടെ പറഞ്ഞത്, ദോ ദീപോ നിവാസതേന എങ്കതേ സോമപാർഷ്മതക യോഗിനോ യഥചിത്തസ്സ യുജ്യതോ യോഗമാത്മന. ആ സമാവസ്ഥയിലേക്ക് നീ എത്തൂ, ബ്രഹ്മനിഷ്ഠനായിട്ടിരിക്കൂ. ഇത് കേവലം അർജുനന് വേണ്ടി മാത്രം പറഞ്ഞതല്ല, മനുഷ്യജന്മത്തിലുള്ള സ്ത്രീയോടും പുരുഷനോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ജാതിയും പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും മാത്രമേ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളൂ. ഒരു ഗീതയിലും ഒരു ഭാഗവതത്തിലും ഈ ജാതിധർമ്മമോ അല്ലെങ്കിൽ ഇതൊന്നും വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ധർമ്മം എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ കർമ്മവാസന അനുസരിച്ചുള്ള കാറ്റഗറൈസേഷനാണ്. അത് ജാതിമതമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം അതുകൊണ്ട് ഇനി തികച്ച സാത്വികനായിട്ട് മാറിയാൽ പോലും ഈ ചഞ്ചലാവസ്ഥ സാത്വിക അവസ്ഥയിലും ഉണ്ടാകും. കാരണം തികഞ്ഞ സാത്വികതയിലും രജസ്സവും താമസിൻ്റെയും അക്രമവും ഉണ്ടാകും. ഇപ്പം ബ്രാഹ്മണനായിട്ട് ജനിച്ചാലും സാത്വികനായിട്ടുള്ള ആ പെർസെൻറ്റേജ് സ്വഭാവത്തിൽ കൂടുതലുള്ളത് കൊണ്ടാണ് ബ്രാഹ്മണനായിട്ട് ജനിച്ചത്. പക്ഷെ എന്ന് വെച്ചിട്ട് ആ ബ്രാഹ്മണനെയും സാത്വിക ഗുണവും രാജസ ഗുണവും താമസ ഗുണവും ബാധിക്കും. അതില്ലാതിരിക്കാൻ പറ്റില്ല എന്നർത്ഥം. അതിനെ സമാവസ്ഥയിൽ ഉപയോഗിക്കൂ. അപ്പം നിങ്ങൾക്ക് ഇതൊന്നും ഉപേക്ഷിക്കാനും പറ്റില്ല. പൂർണ്ണമായിട്ട് ഈ പറയുന്ന 3 ഗുണങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാനും സാധ്യമല്ല. കാരണം പ്രകൃതിയിൽ ശരീരത്തോടു കൂടി നമ്മൾ ഇരിക്കുന്നിടത്തോളം കാലം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തേ ജീവിക്കാൻ പറ്റൂ. പക്ഷേ അത് സമാവസ്ഥയിൽ ഉപയോഗിക്കൂ. ബാലൻസ് എപ്പോൾ എന്ത് വേണോ അതനുസരിച്ച് ഉപയോഗിച്ചു. ഉറങ്ങേണ്ട സമയത്ത് തമോ ഗുണം വേണമോ ഉറങ്ങിക്കോളൂ. ഉണർന്ന് പ്രവർത്തിക്കാൻ രജോ ഗുണം വേണം. അപ്പോൾ പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രകൃതിയിലുള്ള സമയം അറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കൂ. ആ കർമ്മമൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. വിത്തിൻ ദി പീരീഡിനുള്ളിൽ സാധിക്കും. പിന്നെ പകൽ മുഴുവൻ മടിയെടുത്തിട്ട് തീരാത്ത മണി രാത്രിയിലാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, രാത്രിയായാലും തീരില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എഫിഷ്യൻസി കുറവാണെന്നാണ് ഞാൻ പറയാം. നിങ്ങൾക്ക് പകൽ ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് മറ്റെന്തെങ്കിലും ചെയ്യുന്ന സമയം വേസ്റ്റ് ആക്കുന്നുണ്ടാവാം. അതാണ്. പിന്നെ അമിതമായിട്ട് പ്രവർത്തിക്കരുതെന്നും ഭഗവാൻ പറഞ്ഞല്ലോ. ഡ്യൂട്ടിയും ചെയ്യും, ഓവർ ടൈം ഓറ്റിയും ചെയ്യും. ഞാൻ ബോസ് ഹൗസിൽ പണിയെടുക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഓഫീസ് സമയത്ത് തന്നെ ഇല്ലെങ്കിൽ ഓഫീസ് അവേഴ്സിൽ തന്നെ ഓറ്റിയും ചെയ്യുന്നവരെ എനിക്കറിയാം. അങ്ങനെയാണ് അതൊക്കെ ചിട്ടപ്പെടുത്തി വെച്ചേക്കണം. OT എന്ന് പറഞ്ഞാൽ എന്താ? ഓവർ ടൈം ചെയ്യാനുള്ള സമയം നിശ്ചയിച്ചിട്ട് ആ സമയം എഴുതി കൊടുക്കുന്നതൊക്കെ, വൗച്ചർ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഓവർ ടൈം ചെയ്യുന്നതായിട്ടാണ്. പക്ഷെ ചെയ്യുന്ന എപ്പോഴാണ്? ഡ്യൂട്ടിയും OTയും ഒന്നിച്ചാ ചെയ്യുക. അപ്പോൾ സമയമില്ലാഞ്ഞിട്ടല്ലല്ലോ. അപ്പം ഇതൊക്കെ പ്രാക്ടിക്കൽ തലത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചിട്ടയായിട്ട് ചെയ്താൽ നമുക്ക് ആ സമയപരിധിയിൽ ഒരു ദിവസം നാളെ എന്തൊക്കെ ചെയ്യണമെന്ന് പ്രീ പ്ലാൻ ചെയ്തുകൊണ്ട്
കിടന്നാൽ രാവിലെ എഴുന്നേറ്റിട്ട് അതൊക്കെ കൃത്യനിഷ്ഠയായിട്ട് ചെയ്താൽ അതൊക്കെ വിത്തിൻ്റെ സമയം പീരീഡിനുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ ചെയ്യാൻ സാധിക്കും. അത് വീട്ടിലെ കാര്യമായാലും പുറത്തെ കാര്യമാണെങ്കിലും ഒക്കെ ചെയ്യാൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. അവിടെയാണ് സമാവസ്ഥ നമുക്ക് കൈവരിക. ബാലൻസ് കൊണ്ടുവന്നാൽ ബാലൻസ് നമ്മുടെ എല്ലാ ഇന്ദ്രിയ ശക്തികളിലൂടെയും പ്രകടമാകുന്ന സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കി അതിൻ്റെ ശക്തി മനസ്സിലാക്കി അതിനെ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ സമാവസ്ഥ തന്നെ കൈവരും. അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി എത്രയോ പരമതയം ഈ സമാവസ്ഥ കൈവന്നാൽ എന്താ ഉണ്ടാവുക? എത്രയോ പരമതയ ചിത്തം നിരുക്തം യോഗസേവയാ എത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി. യോഗാഭ്യാസം കൊണ്ട് വിഷയങ്ങളിൽ നിന്ന് നിവൃത്തമാകുമ്പോൾ മനസ്സ് സമാധിയെ പ്രാപിക്കും. അപ്പോൾ ശുദ്ധമായ ജീവാത്മാവ് പരമാത്മാവിനെ ദർശിക്കും. പരമാത്മാ ദർശനത്താൽ സന്തുഷ്ടമായ മനസ്സ് പരമാനന്ദത്തെ പ്രാപിക്കും. അപ്പോഴാണ് അദ്ദേഹത്തിന് യോഗം ലഭിക്കുന്നത്. എപ്പോഴാണോ ഈശ്വര ദർശനം നമുക്ക് നമ്മുടെ ഉള്ളിലൂടെ തന്നെ, ഉള്ളിലിരിക്കുന്ന ശക്തിയെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അറിയാൻ സാധിക്കുന്നത്, ആ ബോധതലത്തിൽ ഉറച്ചു നിൽക്കുന്നത്, അപ്പോൾ മാത്രമേ ഈ യോഗം ആരൂഢനാകാൻ സാധിക്കൂ. അതിന് അഭ്യാസം ചെയ്യണം, നിരന്തരമായിട്ട് യോഗാഭ്യാസം. പ്രകൃതിയെയും പ്രകൃതി ശക്തികളെയും നമ്മുടെ ഉള്ളിലുള്ള ദൈവീയ ശക്തിയെയും, പ്രകൃതിയുടെ പ്രതിരൂപമാണ് നമ്മുടെ ശരീരം, അത് മാറ്റങ്ങൾക്ക് വിധേയം. ആ ശരീരത്തിലെ ശക്തികളെ പരമമായിരിക്കുന്ന യാതൊരു മാറ്റമുള്ളതായ ശരീരത്തിലെ ശക്തികളെ മാറ്റമില്ലാത്തതായ ശക്തികളുമായിട്ട് യോജിപ്പിക്കുന്നതാണ് യോഗം എന്ന് പറയുന്നത്. അവിടെ ബാലൻസിങ് നടക്കും. അതാണ് കൾച്ചറും നേച്ചറും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം. നേച്ചറിനെ ആശ്രയിച്ചാൽ ശ്രേയസ്സായിരിക്കും, പ്രേയസ്. അതായത് കൾച്ചറിനെ ആശ്രയിച്ചത്, അഥവാ ഈ പ്രകൃതിയാ ഉള്ള ശരീരമാണ് സത്യം എന്ന് വിചാരിച്ച് ആ ഇതിൻ്റെ വിഷയങ്ങളിൽ ശരീരഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ദ്രിയ ഭോഗസുഖങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചാൽ ഒരിക്കലും ഈ യോഗസിദ്ധി ലഭിക്കുന്നതല്ല. അതുകൊണ്ട് ശരീരം തന്നെയാണ് അതിനും യോഗസിദ്ധിയിലേക്ക് എത്താനുള്ളതും മാധ്യമം. ഇതേ ശരീരം കൊണ്ട് തന്നെ ഈശ്വര ശക്തിയെ ദുർവിനിയോഗം ചെയ്താൽ ഈ യോഗം ഒരിക്കലും സാധ്യമല്ല എന്ന് മാത്രമല്ല, ദുഃഖങ്ങളെ കൊണ്ട് സുഖദുഃഖങ്ങൾ മാറി മാറി വരികയും കർമ്മത്തിൻ്റെ ഗതി അനുസരിച്ച് കൊണ്ട് വീണ്ടും ഈ പറയുന്ന സംസാര ആർണവത്തിലേക്ക് വീണ്ടും വന്ന് ജനിക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ പരിണിതം. അതുകൊണ്ട് ഈ യോഗത്തെ അഭ്യസിക്കണമെന്നാണ് പറഞ്ഞത്. ആ നിരന്തര അഭ്യാസം കൊണ്ട് വിഷയങ്ങളിൽ നിന്ന് മനസ്സ് നിവർത്തമാകും. പിന്നെ മനസ്സ് സമാവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയെ എത്തിക്കാനാണ് അഷ്ടാംഗയോഗം അനുസരിക്കൂ എന്ന് പറയുന്നത്. അഷ്ടാംഗയോഗത്തിൽ 5 സിദ്ധികൾ നമ്മൾ സ്വയം ആകിരണം, സ്വയം ഉണ്ടാക്കിയെടുക്കണം. ബാക്കി 3 സിദ്ധികൾ ധാരണ, ധ്യാനം, സമാധി, ഈ 5 കാര്യങ്ങൾ നമ്മൾ ആർജിച്ചാൽ, 5 കാര്യങ്ങൾ ആർജിക്കാൻ എളുപ്പമാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ. കൃത്യനിഷ്ഠ, ഭക്തി, വിവേചനശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്സരി, ഈ 5 ഗുണങ്ങളെ മുറുക്കി പിടിച്ചാൽ 5 യോഗങ്ങൾ പ്രാപ്യമാകും. യോഗാസനം യമനിയമങ്ങളെ പാലിക്കപ്പെടും, തന്നെ സ്വഭാവം ശുദ്ധീകരിക്കപ്പെടും, ആസനജയം നേടും, അടങ്ങി ഒതുങ്ങി കുറച്ച് നേരം ഇരിക്കാൻ പഠിക്കും, പിന്നെ പ്രാണായാമം ചെയ്യാൻ പഠിക്കും, പ്രത്യാഹാരം വിഷയങ്ങളിലേക്ക് വ്യവഹരിക്കുന്ന ആ അവസ്ഥയെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കുന്ന അവസ്ഥ വരെ എത്തും. പിന്നെ അടുത്തതാണ് ധാരണ. നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു കേന്ദ്രബിന്ദുവിനെ ആജ്ഞാചക്രത്തിൽ, ഭ്രൂമധ്യത്തിൽ കണ്ടുകൊണ്ട് വാസിക്കുന്നതാണ് ധാരണ എന്ന് പറയുന്നത്. വ്യക്തമായ ശരീരം ഉപയോഗിച്ചുകൊണ്ട് അവ്യക്തമായിരിക്കുന്ന ഈശ്വര ചൈതന്യം നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നതിനെ ആ ഒരു കേന്ദ്രബിന്ദുവിൽ, ഭ്രൂമധ്യത്തിൽ കണ്ടുകൊണ്ട് വാസിക്കാം. ഇതാണ് ധാരണ. അതിൽ ധാരണ ചെയ്യണം. പിന്നെ ധ്യാനവും സമാധിയും എപ്പോഴെത്തുന്നോ അപ്പോഴാണ് അദ്ദേഹം യോഗം ലഭിക്കുന്നത്. സുഖം അത്യന്തികം എത്തിയത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം. നമുക്ക് ബാക്കി ഏത് വിഷയങ്ങൾ ചെയ്താലും ഈ ശാന്തി കിട്ടില്ല എന്നർത്ഥം. ധാരണ ഉണ്ടാക്കി നിങ്ങൾ ധ്യാനം, ഈശ്വരനെ പറ്റി അല്പനേരം, ഒരു ഞൊടിയിട കൊണ്ട് എങ്കിലും നിങ്ങൾ ഈശ്വരനെ പറ്റി ശരിക്കും ധ്യാനിക്കാൻ, ചിന്തിക്കാൻ സാധിച്ചാൽ അവിടെ ആ നിമിഷം നിങ്ങൾക്ക് അതിൻ്റെ ഒരു സുഖം, ദുഃഖത്തിന് ഉപരി ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ഒരിക്കലും കിട്ടാത്ത ഒരു ശാന്തി, സമാധാനം കിട്ടാൻ തുടങ്ങും.
ഇതാണ് യഥാർത്ഥത്തിൽ ഈശ്വരപ്രാപ്തിയുടെ പ്രഥമ ലക്ഷണം. ഇതുവരെ നമുക്ക് ഭൗതിക ലോകത്ത് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതിനൊക്കെ ഉപരി ഒരു ശാന്തിയും സമാധാനവും അനുഭവിക്കുന്ന ഒരവസ്ഥ ഈ ഒരു യോഗസിദ്ധിയിലൂടെ ലഭിക്കും. അത് തന്നെ ഓട്ടോമാറ്റിക് അഭ്യാസം ചെയ്ത് അത് നിലനിർത്താൻ സാധിച്ചാൽ പിന്നെ സമാധിയിലേക്ക് എപ്പോൾ പോകുന്നോ അപ്പോൾ യോഗം ആരൂഢനാകുന്നതാണ്. പിന്നെയാണ് ശരിക്കും ആ സുഖം അനുഭവിക്കുക. സുഖം ആത്യന്തികം ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം വേത്രി എത്ര ശൈവായം സ്ഥിത ചലതി തത്വത. ഉപാസകൻ ഇന്ദ്രിയ ഗോചരമല്ലാത്തതും ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നതുമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കും. സുഖദുഃഖത്തിന് ഉപരി അനുഭവിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കാൻ ഇടവരും. നിത്യവും നിരതിശയവുമായിരിക്കുന്ന സുഖത്തെ അറിയും. ഇതുവരെ അനുഭവിക്കാത്ത സുഖത്തെയാണ് നിരതിശയമായിരിക്കുന്ന സുഖം എന്ന് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം ആത്മസ്വരൂപത്തിൽ തന്നെ രമിക്കും, അനുഭവിച്ചറിയും. അപ്പോഴാണ് അദ്ദേഹം ശാശ്വതമായ യോഗാനന്ദം അനുഭവിക്കുന്നത് എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. അതാണ് 21-ാമത്തെ 6-ാമത്തെ അധ്യായം തന്നെ ഉപോത്ബലമായിട്ട് ഉത്തരഗീതയിലെ 2-ാം അധ്യായത്തിന് കൂടുതൽ ചർച്ച ചെയ്തിരിക്കുന്നത് ഈ യോഗസിദ്ധി യോഗാരൂഢനാകാൻ വേണ്ടിയിട്ട് ആ ഗീതയിലെ 6-ാം അധ്യായം തന്നെയാണ് ഉപോത്ബലമായിട്ട് എടുത്തിരിക്കുന്നതെന്ന് അർത്ഥം. അപ്പം ഗീതയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ഒന്നുകൂടെ ദൃഢമാക്കി തരിക ആണ് ഭഗവാൻ ചെയ്തിരിക്കുന്നത്. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ നാധികം തഥ യസ്മിൻ സ്ഥിതോന ദുഃഖേന ഗുരുണ അഭ്യവിചാല്യതേ. ഉപാസകന് ആത്മസ്വരൂപം എന്താണെന്ന് ലഭിക്കും. അതിലും മേലെ ആയിട്ട് അതിലധികം പ്രയോജനപ്രദമായിട്ട് മറ്റൊന്നിലേക്ക് ബോധ്യമാകുകയും മറ്റൊന്നാണെന്ന് ബോധ്യമാകുകയും ചെയ്യും. കഠിനമായ ദുഃഖത്തിൽ പോലും മനസ്സ് പതറാതിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് യോഗം ലഭിച്ചു എന്ന് തെളിയുന്നത്. അതായത് ഇത്തരത്തിലുള്ള ചഞ്ചലാവസ്ഥയെപ്പെടുത്തുന്ന പുറത്തുള്ള മാധ്യമങ്ങളിലൂടെയോ ഏതെങ്കിലും തരത്തിൽ നമ്മളെ മനസ്സിനെ പോലും ചഞ്ചലാവസ്ഥമാക്കുന്ന നെഗറ്റീവ് ഇൻഫർമേഷൻസ് നമ്മൾ കേൾക്കാനോ അറിയാനോ ഇടവന്നാൽ പോലും അവിടെയൊന്നും നമ്മൾ അതിലൊന്നും വ്യതിചലിക്കാതെ നിൽക്കുന്ന അവസ്ഥ, അചഞ്ചലമായ സ്ഥിതിയാണ് ഈ ഒരു യോഗസ്ഥിതി എന്ന് പറയുന്നത്. അപ്പം ആ ആത്മസ്വരൂപം, ആത്മബോധം ആർക്ക് ലഭിച്ചോ അതിലധികം പ്രയോജനപ്പെടുന്നതായിട്ട് മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്നുള്ളത് ബോധ്യം വരികയും ചെയ്യുന്ന കഴിഞ്ഞാൽ പിന്നെ കഠിനമായ ദുഃഖം വന്നാലും വേണ്ടില്ല, എന്തൊക്കെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണേണ്ടതായിട്ടോ കേൾക്കേണ്ടതായിട്ടോ വന്നാലും നമ്മളെ ബാധിക്കാത്തതാണെങ്കിൽ തന്നെ നമുക്ക് ചിലപ്പോൾ പതർച്ചയുണ്ടാകും. മറ്റുള്ള സംഭവങ്ങളൊക്കെ പുറത്ത് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അറിയും. അതൊക്കെ കണ്ടാലും കേട്ടാലും യാതൊരു പതർച്ചയും ഇല്ലാതെ അചഞ്ചലമായ യോഗസ്ഥിതി സ്ഥിതി ചെയ്യുന്നവനാകുന്നു. ഇതാണ് യോഗാരൂഢന്റെ ഒരു ലക്ഷണം എന്നർത്ഥം. തം വിദ്യാത് ദുഃഖ സംയോഗ വിയോഗം യോഗസഞ്ചിതം സ നിശ്ചയേന യോക്തവ്യോ യോഗോ അനിവിർണ ചേതസ. 6-ാമത്തെ അധ്യായത്തിൽ തന്നെ 23-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, സമസ്ത ദുഃഖങ്ങളിൽ നിന്നും വിയോഗമുണ്ടാകും. അഥവാ എല്ലാ ദുഃഖങ്ങളെയും ത്യജിച്ച് വിപരീത ഭാവമില്ലാത്ത ആനന്ദത്തിൽ ലയിക്കുന്ന അവസ്ഥയാണ് ഇത്. ഉപാസകന് ഇപ്രകാരം മഹനീയമായ അവസ്ഥ പ്രദാനം ചെയ്യുന്ന വിദ്യയാകുന്നു യോഗവിദ്യ. അല്ലയോ അർജുന, നീ ആചാര്യന്റെ ഉപദേശപ്രകാരം നിശ്ചയബുദ്ധിയോടുകൂടി യാതൊരു സംശയം ചിന്ത കൂടാതെ മഹത്തായ യോഗവിദ്യയെ അഭ്യസിക്കുക. അതിനാൽ നീ യോഗിയായി തീർന്ന് മഹാസുഖത്തെയും നിത്യാനന്ദത്തെയും അനുഭവിച്ചു കൊള്ളുക. 4 വേദങ്ങളും മനുസ്മൃതിയെപ്പോലുള്ള ധർമ്മശാസ്ത്രാദികളും മറ്റ് ബ്രഹ്മവിദ്യയോ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം വ്യർത്ഥങ്ങളാണെന്ന് മനസ്സിലാക്കുക. പായസം ഇളക്കുന്ന ചട്ടുകം പായസത്തിൻ്റെ സ്വാദ് അറിയാത്തതുപോലെ വേദപണ്ഡിതന്മാരുടെ അവസ്ഥയും അതുപോലെയാണ്. അവർ യഥാർത്ഥ ബ്രഹ്മത്തെ അറിയുന്നില്ല. ഉത്തരഗീതയുടെ 2-ാം അധ്യായം 41-ാം ശ്ലോകത്തിലാണ് ഇപ്രകാരം ഭഗവാൻ പറയുന്നത്. 41-ാമത്തെ ശ്ലോകത്തിൽ ഉത്തരഗീതയിൽ എന്താണ് പറയുന്നത്? 41-ാമത്തെ ശ്ലോകത്തിൽ
പറയുന്നത് ആലോഠ്യ ചതുരോ വേദാൻ ധർമ്മശാസ്ത്രാണി സർവദാ യോ വൈ ബ്രഹ്മണ ജാനാതി ദർവീം പാകരസം യഥാ. 4 വേദങ്ങളും സമസ്ത ശാസ്ത്രങ്ങളും പഠിച്ചാലും അവൻ ബ്രഹ്മത്തെ അറിയുന്നില്ല. പായസം ഇളക്കിക്കൊണ്ടിരിക്കുന്ന ചട്ടുകം അതിൻ്റെ സ്വാദ് അറിയാത്തതുപോലെ യോഗവിദ്യ ഇല്ലാത്തവൻ എത്ര തപസ് ചെയ്താലും എന്തുമാത്രം വേദശാസ്ത്രങ്ങൾ പഠിച്ചാലും ബ്രഹ്മത്തെ അറിയുന്നതല്ല. കഴിഞ്ഞ ദിവസം 40ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടതാണ്, 1000 കൊല്ലം ഒറ്റക്കാലിൽ നിന്ന് കഠിനമായ തപസ് അനുഷ്ഠിച്ചാൽ പോലും ആ മനുഷ്യൻ യോഗത്തിൻ്റെ 16 കലകളിൽ ഒന്നുപോലും ലഭിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആത്മബോധം ഉണ്ടാകാതെ നമ്മൾ എന്ത് ചെയ്താലും ഈ ജന്മത്തിലും പരജന്മത്തിലും ഒരിക്കലും അത് പ്രയോജനപ്പെടുകയില്ല. അതുകൊണ്ട് ഇവിടെ ഗീതയിലും ഭഗവാൻ ഒന്നോടെ എടുത്തു പറയുന്നുണ്ട്, സമസ്ത ദുഃഖങ്ങളിൽ നിന്നുള്ള വിയോഗമാണ് യോഗാരൂഢ അവസ്ഥ. അഥവാ എല്ലാ ദുഃഖങ്ങളെയും തിരിച്ച് വിപരീത ഭാവമില്ലാത്ത ആനന്ദത്തിൽ ലയിക്കുന്ന അവസ്ഥയാണ് ഈ യോഗം എന്ന് പറയുന്നത്. ഉപാസകനെ എപ്രകാരം മഹനീയമായ അവസ്ഥ പ്രദാനം ചെയ്യുന്ന വിദ്യയാകുന്നു യോഗവിദ്യ. അതുകൊണ്ട് അർജുന, നീ യോഗാരൂഢനാകൂ. അതിന് ആചാര്യൻ്റെ ഉപദേശപ്രകാരം നിശ്ചയബുദ്ധിയോടുകൂടി യാതൊരു സംശയവും ചിന്തയും കൂടാതെ മഹത്തായ യോഗവിദ്യയെ അഭ്യസിക്കൂ. അതിനാൽ അങ്ങനെ ചെയ്താൽ നീ യോഗിയായി തീർന്ന് മഹാസുഖത്തെയും നിത്യാനന്ദത്തെയും അനുഭവിക്കുന്നവനായിട്ട് മാറും. ഈ സുഖദുഃഖങ്ങളെ പേറി നടക്കാനോ ജീവിതം ഇങ്ങനെ വ്യർത്ഥമാക്കി കളയാൻ വേണ്ടിയിട്ടല്ല മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. ആ മനുഷ്യജന്മത്തിന് ഒരു ഭഗവാൻ തന്നെ ഒരു അവതാര ഉദ്ദേശത്തിൽ ലക്ഷ്യം തീരുമാനിച്ച് മനുഷ്യജന്മം എടുത്ത് മനുഷ്യ ശരീരം എടുത്തുകൊണ്ട് വന്ന ഉദ്ദേശ ലക്ഷ്യം സാധിച്ച് തിരിച്ചു പോയിട്ടുമുണ്ട്. എന്തിനാ ഭഗവാൻ ഈ അസുരന്മാരെ ഇല്ലെങ്കിൽ പറയുന്ന ദേശക്കാർ സാധിക്കുക? സാന്നിധ്യം മാത്രം കൊണ്ട് സാധിക്കാം. പിന്നെ മനുഷ്യനെ നമ്മളെപ്പോലെയുള്ളവരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ അവതാരമൊക്കെ എടുത്തു വന്നത്. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഭഗവാൻ ചിട്ടപ്പെടുത്തി ചെയ്ത് കാണിച്ച അതിൻ്റെ പൂർത്തീകരണം സമർപ്പണം നടത്തിയിട്ട് തിരിച്ചു പോയത്. അപ്പോൾ അവിടെ എന്തൊക്കെ സംഭവിച്ചാലും ഈ അതിലൊന്നും പതറാതെ സ്വന്തം കുട്ടികൾ വരെ പറയുന്ന കേൾക്കാതെ ശാപമൊക്കെ മേടിച്ചു വെച്ചു നശിക്കാൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞിട്ട് അവിടെയൊന്നും ഭഗവാന് ശകലം പോലും ചഞ്ചലാവസ്ഥ ഉണ്ടായില്ല. മനസ്സൊരിക്കലും പതറിയിട്ടില്ല. ഞാൻ ചെയ്യാൻ ഇതൊക്കെ ലോകത്തിൽ ഇങ്ങനെയൊക്കെ നടക്കൂ, അതൊന്നും ഇല്ലാതെയാക്കാൻ ഈശ്വരൻ, കാരണം അവരവരുടെയൊക്കെ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന കർമ്മബന്ധനങ്ങളെ ഇല്ലാതാക്കാൻ ഈശ്വരന്മാർക്ക് പോലും സാധിക്കില്ല എന്നുള്ളത് നമ്മൾ അനുഭവിക്കാനുള്ള അനുഭവിച്ച് തീരണം. നമുക്ക് വേദന വന്നാൽ മരുന്ന് നമ്മൾ തന്നെ കഴിക്കണ്ടേ? പിന്നെ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങിയാൽ ഭഗവാൻ സപ്പോർട്ട് ചെയ്യും. ഭഗവാന്റെ അടുത്തേക്ക് നമ്മളൊന്ന് ചെന്നാൽ അഹം ത്വാ സർവ്വപാപേഭ്യോ മോക്ഷയിഷ്യാമി ഭാജ, ഭഗവാൻ പറയണ കേട്ടാൽ മതി, പിന്നെ പ്രശ്നമൊന്നുമില്ല. ഭഗവാൻ പറയുന്നത് അനുസരിച്ചുകൊണ്ട് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവന് ഈ പൂർവജന്മാർജിതമായ സകലവിധ ദുഃഖങ്ങളും ഭാവകാരണങ്ങളും ഒക്കെ നിശേഷമില്ലാതെയാക്കി ഭഗവാന്റെ പാതയിലേക്ക് കൊണ്ടുപോകും. ഈ ഒരൊറ്റ രഹസ്യം മനസ്സിലാക്കിയാൽ നമ്മൾ ഈ ഓടി നടക്കലൊക്കെ നിർത്തിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ദിവസം, അതിൽ ഭഗവാൻ ഒരു സ്ഥാനം കൊടുത്തുകൂടെ? മനസ്സിൽ അനേകം സ്ഥലം കറകളും മെമ്മറി പവറും ഒക്കെ ഉണ്ട്. അതിലൊരു അറിയില്ലെങ്കിലും ഭഗവാനെ ഒന്ന് ഇരുത്തിക്കൂടെ? എന്നിട്ട് ദിവസം ഒന്ന് സ്മരിച്ചുകൂടെ? 100,000 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നടക്കണം. അതുകൊണ്ട് മനുഷ്യജന്മം കിട്ടിയിട്ട് സമയമില്ല എന്ന് പറഞ്ഞാലൊന്നും ഈശ്വരൻ ഒരിക്കലും സമ്മതിക്കൊന്നുമില്ല. അതുകൊണ്ട് 4 വേദങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പാണ്ഡിത്യം കാണിച്ചു പിടിച്ചുകൊണ്ട് 4 വേദങ്ങളും മനുസ്മൃതിയെപ്പോലുള്ള ധർമ്മശാസ്ത്രാദി ഗ്രന്ഥങ്ങളും ബ്രഹ്മവിദ്യ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം വ്യർത്ഥങ്ങളാണ്. കാരണം ഇതൊക്കെ പാണ്ഡിത്യം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇത് സംസ്കൃത പണ്ഡിതനായാലും വേദപണ്ഡിതനായാലും എന്ന് വരെ നിങ്ങളുടെ ശരീരത്തുള്ള വേദപണ്ഡിതൻ്റെ ശരീരത്തിലുള്ള യഥാർത്ഥ ആളെ, ആ ശക്തിയെ തിരിച്ചറിയാത്തിടത്തോളം കാലം ഈ വേദശാസ്ത്രങ്ങൾ പോലും എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക. ഇപ്പോൾ അഷ്ടാവക്രം കയറി വന്നപ്പം എന്താണ് ജനകനോ അല്ലെ ബാക്കിയുള്ളവരും പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കിയത്? ഇവർ എന്ത് പാണ്ഡിത്യം കൊണ്ട് എന്താ കാര്യം ഉണ്ടായത്? യഥാർത്ഥ ആത്മസ്വരൂപനായിരിക്കുന്ന ഒരു മഹാത്മാവിനെ കണ്ടിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ
പ്രത്യക്ഷത്തിൽ കാണുന്നത് ആണ് സത്യം എന്ന് കരുതി ചരിച്ചിരിക്കുന്നവരല്ലേ ഇവരുടെ പാണ്ഡിത്യം. അതിനുള്ള പാണ്ഡിത്യമല്ലേ ഉള്ളൂ ഇവർക്ക്. പുസ്തകജ്ഞാനം കൊണ്ട് ശാസ്ത്രജ്ഞാനം കൊണ്ടൊന്നും കാര്യമില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. തൻ്റെ തന്നെ ശരീരത്തിലുള്ള ആത്മസ്വരൂപം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ പുറത്തുള്ളതിനെയും തിരിച്ചറിയാൻ സാധിക്കൂ. അതാണ് ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതറിയാത്തിടത്തോളം കാലം നമുക്ക് പുറത്തുള്ളൂ. നമുക്ക് ദുഃഖം അനുഭവിച്ച് നമ്മൾ ആ ദുഃഖം എന്താണ്, എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടായതെന്ന് ശരിക്ക് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ മനസ്സിലാക്കിയാൽ, അനുഭവിച്ചറിയുമ്പോഴാണ് അതേപോലെ മറ്റൊരാൾക്ക് ദുഃഖമുണ്ടായാലും എന്താണ് അതിന് കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് യഥാർത്ഥ മാർഗദർശനം കൊടുക്കാൻ സാധിക്കണം ഒരു ബ്രാഹ്മണന്, ഇല്ലെങ്കിൽ ഒരു പണ്ഡിതന്. അത് ശാസ്ത്രാദികളോ മനുസ്മൃതിയോ വേദഗ്രന്ഥങ്ങളോ പാണ്ഡിത്യം കൊണ്ടൊന്നും സാധിക്കില്ല. ആ ആത്മാവിനെ കണ്ടറിയണം. ആ ബോധതലത്തിൽ നിന്നാൽ മാത്രമേ നമ്മൾ സന്തോഷമായിട്ട് ഇരുന്നാലേ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ സാധിക്കൂ. ഒരാളുടെ കഴിവ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിലും 3 ഇരട്ടി കഴിവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ ഒരാൾക്ക് ഈ കഴിവിൻ്റെ ഒരു അംശം പ്രകടമാകുമ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പാണ്ഡിത്യം കൊണ്ടൊന്നും ബ്രഹ്മവിദ്യോപാസകരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പാണ്ഡിത്യമൊക്കെ അപ്രസക്തമാകും ഒരു സ്റ്റേജിൽ ലോകാരൂഢനായി കഴിഞ്ഞാൽ. ഈ എത്ര നല്ല പായസം ഉണ്ടാക്കിയാലും വേണ്ടില്ല, അത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചട്ടുകത്തിന് ഈ പായസത്തിൻ്റെ രുചി അറിയാൻ സാധിക്കും എന്ന് പറഞ്ഞ പോലെ, നമ്മൾ ഈ സംസാര അർണവത്തിൽ ഭക്തിയുടെ ആധ്യാത്മികയുടെ മാർഗത്തിലുള്ള ക്ഷേത്രങ്ങളും സത്സംഗങ്ങളും ഭാഗവതപാരായണവും നാരായണീയവും എല്ലാം ജപിച്ച് നടന്നാലും വേണ്ടില്ല, യഥാർത്ഥത്തിൽ അറിയേണ്ടത് അറിയാതിരുന്നാൽ ഈ പറയുന്ന പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമായി ഭവിക്കുന്നതാണ് പറഞ്ഞത്. അത് ഭഗവാൻ പല ആവർത്തി ഗീതയിലും പറയുന്നുണ്ട്. 15-ാം അധ്യായത്തിലൊക്കെ എസൻസ് പോലും പറയുന്നുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് ഇതൊക്കെ വേണം വേണ്ടെന്നല്ല പറയണേ, പക്ഷെ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമാണെന്നാണ് പറഞ്ഞത്. അത്തമേ പൂച്ച പറയുന്ന പോലെ ഈ വേദങ്ങളും ഇല്ലേ ശാസ്ത്രങ്ങളും ഭാഗവതവും ഒക്കെ പാടി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താ? അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാക്കാൻ ഉപകരിക്കണം. അതൊരു മാർഗമാണ്, അത് വ്യർത്ഥമാണ്. അതിനെ വിമർശിക്കുകയല്ല ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അതിനെ അറിയേണ്ട വിധത്തിൽ അറിയാതെ ഇതൊക്കെ കൈകാര്യം ചെയ്ത് നടന്നാൽ, അത് അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാക്കാതിരുന്നാൽ അത് നിഷ്പ്രയോജനമാണ്. അതേസമയം ഇതിൽ നിന്ന് വിവേകവും അന്ധകരണ ശുദ്ധിയും ഉണ്ടായവന് പിന്നെ ഈ പഠിച്ചതൊന്നും പ്രയോജനമില്ല. കാരണം അതൊന്നും ആവശ്യമില്ല. പിന്നെ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? അതുകൊണ്ട് അത് തന്നെ ഉത്തരഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. അതുകൊണ്ട് ഇനി ആ ഉത്തരഗീതയിലെ 41-ാമത്തെ ശ്ലോകത്തിലും ഈ പറയുന്ന വേദശാസ്ത്രങ്ങളും ഒക്കെ യോഗാരൂഢൻ ഇല്ലേ അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകുന്നില്ലെങ്കിൽ, അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒന്നും പ്രയോജനവുമില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ഉത്തരഗീതയിലെ 41-ാമത്തെ ശ്ലോകത്തിൽ. അത് ഗീതയിലെ 6-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു യോഗനിഷ്ഠനാകാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്കിവിടെ സമർപ്പിക്കാം. അടുത്ത ദിവസം അടുത്ത ഭാഗം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായനമാർഗേണ മഹിം മഹീശാഗോ ബ്രാഹ്മണേഭ്യ സുഹൃത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.